ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ക്വയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. കുറച്ച് ചോദ്യങ്ങളും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ റെക്റ്റാങ്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ റെക്റ്റാങ്കിളിൽ നമ്മൾ പഠിച്ചത് നീളവും വീതിയും തുല്യമല്ല, ലെങ്തും ബ്രെഡ്ത്തും ഉണ്ടാകും എന്നാണ്. ഇവിടെയും നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ ഉണ്ട്, പക്ഷേ രണ്ടും ഒരേപോലെ ആയിരിക്കും. ഇതാ ഇങ്ങോട്ട് നോക്കിക്കേ. ഇപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള നീളവും ഈ നീളവും ഈ നീളവും ഈ നീളവും എല്ലാം തുല്യമായിരിക്കും. 4 വശങ്ങളും തുല്യമായിരിക്കും. അതിനെയാണ് നമ്മൾ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് പറയുക. റെക്റ്റാങ്കിളിനെ നമ്മൾ ദീർഘചതുരം എന്ന് പറയും, ഇതിനെ നമ്മൾ സമചതുരം എന്ന് പറയും. എന്ന് പറയുമ്പോൾ 4 വശങ്ങളും തുല്യമായിരിക്കും. ഈ സൈഡ് എ ആണെങ്കിൽ ഈ സൈഡും എ ആയിരിക്കും, ഈ സൈഡും എ ആയിരിക്കും, ഈ സൈഡും എ ആയിരിക്കും. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവ്, ചുറ്റളവ്. ഈ നീളം പ്ലസ് ഈ നീളം പ്ലസ് ഈ നീളം പ്ലസ് ഈ നീളം. അത്ര മനോഹരമായ വര. സോ ഈ നീളം പ്ലസ് ഈ നീളം പ്ലസ് ഈ നീളം പ്ലസ് ഈ നീളം. സോ ലെങ്ത് ഓഫ് അല്ലെങ്കിൽ സം ഓഫ് ഓൾ സൈഡ്സ്. സോ 4 വശവും കൂടെ കൂട്ടുക. സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എ പ്ലസ് എ പ്ലസ് എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ 4a. ഇനി ഏരിയ, ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ, അല്ലെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡ്, സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ, എ സ്ക്വയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 2 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4a ആയിരിക്കും. ഏരിയ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? എ സ്ക്വയറും ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുക. ഇനി നമുക്കുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. സ്ക്വയറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇതൊരു സ്ക്വയർ ആണല്ലോ, ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. ഇനി ഈ സ്ക്വയറിന് ഇങ്ങനെ ഒരു വര ഞാൻ വരയ്ക്കുകയാണേ. ഇച്ചിരി കടന്നുപോയി, എന്താണെന്നറിയത്തില്ല. വരയ്ക്കാൻ എനിക്ക് പ്രത്യേക ഒരു കഴിവാണ്. അതുകൊണ്ട് സ്കെയിൽ വെച്ചൊരു വര വരച്ചാലും അത് ത്രികോണമെന്നായിപ്പം. എന്തായാലും ഭാഗ്യം. എന്നാലും അത്ര പെർഫെക്റ്റ് അല്ല. ഇവിടെ കണ്ട, സാരമില്ല. സോ ഇതൊരു സ്ക്വയറിന് ഒരു ഇങ്ങനെ വരയ്ക്കുന്ന ഈ വരയെ നമ്മൾ പറയുന്നതാണ് ഡയഗണൽ. നമ്മൾ റെക്റ്റാങ്കിൾ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞാണ് ഈ ഡയഗണലിൻ്റെ കാര്യം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള വശങ്ങളിലുള്ള 2 കോണുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന വരയാണ് ഡയഗണൽ എന്ന് പറയുന്നത്. ഈ ഡയഗണൽ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? 4 വശങ്ങൾ എ എ എ എ എ. അപ്പോൾ ഈ 4 എയും കൂടി ചേരുമ്പോൾ ആണ് നമ്മൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ മക്കളെ ഇങ്ങോട്ട് നോക്കിക്കുക നിങ്ങൾ. ഇവിടെ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. ഇപ്പോൾ ഞാൻ പേര് കൊടുക്കുകയാണെങ്കിൽ PQRS എന്ന് കൊടുക്കുകയാണെങ്കിൽ QRS ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ ഇതിനെ ഞാനിപ്പോൾ ഈ ഡയഗണലിനെ ഞാനിപ്പോൾ D എന്ന് വിളിക്കുന്നു, ഡയഗണലിനെ D എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നൊരു കാര്യമുണ്ട്. റൈറ്റ് ട്രയാങ്കിളിൻ്റെ മട്ടത്രികോണത്തിൻ്റെ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ. സോ പാദം എന്ന് പറയുമ്പോൾ എ ആണ്, എ സ്ക്വയർ പ്ലസ് ലംബം അതും എ ആണ്, എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡയഗണൽ ഹൈപ്പോട്ടനസ് അതിൻ്റെ സ്ക്വയർ ഡി സ്ക്വയർ. സോ എ സ്ക്വയറോട് കൂട്ടിയാൽ 2a സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ. അപ്പോൾ മക്കളെ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അതായത് ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽ തന്നിട്ട് ഏരിയ ചോദിക്കുകയാണെങ്കിൽ ഡയഗണലിൻ്റെ സ്ക്വയറിൻ്റെ പകുതി എടുത്താൽ മതി. ഡയഗണലിൻ്റെ സ്ക്വയറിൻ്റെ പകുതി എടുത്താൽ മതി. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഡയഗണലിൻ്റെ സ്ക്വയറിൻ്റെ പകുതി എടുത്താൽ എന്ത് കിട്ടും? ഏരിയ കിട്ടും. ഇതൊന്ന് മനസ്സിൽ വെച്ചോ, മുന്നോട്ട് പോകുമ്പോൾ ഈ കാര്യം നമുക്ക് വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്. ആദ്യത്തെ ചോദ്യം എന്താണ്? The ratio of the areas of 2 squares is 16:1. Find the ratio between their perimeters. Okay. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? The ratio of areas of 2 squares. So
എ സ്ക്വയർ ചിലർ ഒരെണ്ണം ചെറിയ എയും മറ്റൊരു വലിയ എയും എടുക്കും. ഒന്നുമില്ല, ഇത് ഒന്നാമത്തേത് ഇത് രണ്ടാമത്തേത് എന്ന് ഓർത്താൽ മതി. ഏരിയ തന്നിട്ടുണ്ട് അല്ലേ. ദ റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് ടു സ്ക്വയേഴ്സ് എത്രയൊക്കെയാണ്? 16:1 ആണ്. സോ എ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഇത് എ സ്ക്വയറിൻ്റെ റേഷ്യോ അല്ലേ 16ഉം 1ഉം. അപ്പോൾ എ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? എ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? √16ഉം √1ഉം. അപ്പോൾ എത്ര കിട്ടും? 4ഉം 1. എന്തോ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദർ പെരിമീറ്റേഴ്സ്. പെരിമീറ്റേഴ്സിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4a കണ്ടുപിടിക്കേണ്ടത്. സോ 4 ഇവിടെ എ എന്ന് പറയുന്നത് 4 കിട്ടി. അപ്പോൾ 4a എന്ന് പറയുമ്പോൾ 4 × 4. ഇവിടെ എ എന്ന് പറയുമ്പോൾ 1 ആണ് കിട്ടിയത്. സോ 4 × 1. സോ 4 × 4 16:4. അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഈ 4 അങ്ങ് വെട്ടിക്കളയാം. അപ്പോൾ എത്ര കിട്ടും? 16:4 എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ചെറുതാക്കി നമുക്ക് എങ്ങനെ എഴുതാം? 4:1 എന്ന് എഴുതാം. സോ ആൻസർ എത്രയാണ്? 4:1, ഓപ്ഷൻ സി. Area of a square field is 7,200 meters square. What is the length of its diagonal? What's the length of this diagonal? അപ്പം ഏരിയ എ സ്ക്വയർ എത്ര കിട്ടി? 7200. അപ്പോൾ എ എത്ര ആയിരിക്കും? √7200 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7200ൻ്റെ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 60√2 എന്ന് കിട്ടും. 60√2 എന്ന് കിട്ടും. 7200ൻ്റെ റൂട്ട് കണ്ടുപിടിക്കും. ഒരു സൈഡ് അറിയാമെങ്കിൽ, ഇപ്പോൾ നമ്മളിവിടെ പഠിച്ചതാണ്, നമുക്ക് എ അറിയാമെങ്കിൽ ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ അല്ലേ. ഇപ്പം നമ്മൾ എന്താ പഠിച്ചത്? സോ ഡി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ എന്ന് പഠിച്ചു. സോ ഡി ഈസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് ഡി സ്ക്വയറിനെ ഡി കണ്ടുപിടിക്കുമ്പോൾ ഡി സ്ക്വയറിൻ്റെ റൂട്ട് ഡി കിട്ടും. ഇനി പിന്നെ എന്താണ്? 2a സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കണം. അപ്പോൾ റൂട്ടിൻ്റെ 2ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ √2 എന്ന് എഴുതും. എ സ്ക്വയറിൻ്റെ റൂട്ട്. സോ a√2. സോ ഡയഗണൽ ഈസ് ഈക്വൽ ടു a√2. അതായത് ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ്, അത് 9 അല്ല, a ആണ് കേട്ടോ. ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, എ അറിയാമെങ്കിൽ, ഡയഗണൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? a√2 ആയിരിക്കും. സോ ഡയഗണൽ ഈസ് ഓൾവേസ് ഈക്വൽ ടു a√2. അപ്പം ഇവിടെ എ എന്ന് പറയുമ്പോൾ എത്രയാണ്? 60√2 × √2. അപ്പോൾ √2 × √2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? √2നെ √2 കൊണ്ട് ഗുണിച്ചാൽ 2 എന്ന് കിട്ടും. സോ 60 × 2 120 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ ശരിയാണോ? യെസ്. സോ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ പാർക്ക്? വാട്ട് ഈസ് ദ ഏരിയ എന്നല്ല, ദ ഏരിയ ഓഫ് എ സ്ക്വയർ പാർക്ക് 16x² + 8x + 1. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാർക്ക്? സോ എ സ്ക്വയർ തന്നിട്ടുണ്ട് അല്ലേ. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 16x² + 8x + 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. 16x² + 8x + 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏരിയ അല്ലേ, ഏരിയയാണ്. അതുകൊണ്ടാണ് ഞാൻ എ സ്ക്വയർ എന്ന് എഴുതിയത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാർക്ക്? ലെങ്ത് ചോദിച്ചാലും ബ്രെഡ്ത്ത് ചോദിച്ചാലും ഒന്ന് തന്നെ ആയിരിക്കും. എ കണ്ടുപിടിക്കണം. അതായത് രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിരിക്കുന്നതാണ് ഇത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ 16x² + 8x + 1 കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇത് 4x² ആകാമല്ലോ. പ്ലസ് 2xനെ എനിക്ക്, അല്ലെ 8xനെ എനിക്ക് 2 × 4x എന്ന് എഴുതാം. വേണമെങ്കിൽ ഒരു ×1 എഴുതാം. +1 അപ്പോൾ ഇതിനെ എ ആയിട്ടും ഇതിനെ ബി ആയിട്ടും സങ്കല്പിച്ചാൽ a² + 2ab + b² എന്നല്ലേ എഴുതിയേക്കുന്നത് അല്ലേ. സോ 4x ഉം 1ഉം. സോ 4x + 1 ദ ഹോൾ സ്ക്വയർ ആണ് ഈ എഴുതി വെച്ചേക്കുന്ന സാധനം അല്ലേ. അപ്പോൾ 4x + 1ൻ്റെ സ്ക്വയർ ആണിത്. a² 4x² + 2ab 2 × 4x × 1 + 1² അല്ലേ. അപ്പോൾ എന്താണ്? 4x + 1 ആണ് നമ്മുടെ ആൻസർ. ബിക്കോസ് അതിൻ്റെ സ്ക്വയർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പോളിനോമിയലിനെ ഇനി ഫാക്ടറൈസ് ചെയ്ത് നോക്കുന്ന പോലെ ഇത് നിങ്ങൾക്ക് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിച്ചൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ 16x² കാണുമ്പോൾ തന്നെ 4x
ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ നമുക്ക്? യെസ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ബാക്കി വഴി നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരത്തില്ലേ? സോ 4x + 1 ദ ഹോൾ സ്ക്വയർ യൂണിറ്റ്. 4x + 1 യൂണിറ്റ്. 4x + 1 യൂണിറ്റ്. 4x + 1 യൂണിറ്റ്. സൈഡ് പറഞ്ഞാൽ മനസ്സിലായോ? സോ അടുത്ത ചോദ്യം. The length of a rectangle is 10 cm more than the side of a square and its breadth is 8 cm less than the side of a square. If both the rectangle and square are equal, then what will be the perimeter? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലെങ്ത് എന്ന് പറയുന്നത്, റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഇസ് 10 cm മോർ ദാൻ ദ സൈഡ് ഓഫ് എ സ്ക്വയർ. സോ സ്ക്വയറിൻ്റെ സൈഡ് a + 10 ആയിരിക്കും. ഇനി അതേപോലെ ബ്രെഡ്ത്തിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എന്താണ്? ബ്രെഡ്ത്ത് ഇസ് 8 cm ലെസ് ദാൻ ദ സൈഡ്. സോ a - 8 ആയിരിക്കും. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തൂടെ കൂട്ടുന്നതായിരിക്കുമല്ലോ അതിൻ്റെ ഏരിയ. സോ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? a + 10 ഇൻറ്റു a - 8 ഈസ് ഈക്വൽ ടു എന്താണ്? സ്ക്വയറിൻ്റെ ഏരിയയ്ക്ക് തുല്യമായിരിക്കും. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? a സ്ക്വയർ ആയിരിക്കും. സോ a + 10 ഇൻറ്റു a - 8 എന്ന് പറയുമ്പോൾ നമുക്ക് a സ്ക്വയർ - 8a, a ഇൻറ്റു a സ്ക്വയർ, a ഇൻറ്റു -8 -8a പ്ലസ് 10 ഇൻറ്റു a 10a 10 ഇൻറ്റു -8 -80 ഈസ് ഈക്വൽ ടു a സ്ക്വയർ. അല്ലേ? അപ്പോൾ a സ്ക്വയർ വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം പ്ലസ് 2a മൈനസ് 80 ഈസ് ഈക്വൽ ടു a സ്ക്വയർ എന്ന് കിട്ടും. ഈ a സ്ക്വയറും ഈ a സ്ക്വയറും അങ്ങ് കട്ട് ചെയ്ത് പോകും. സോ 2a - 80 എന്നല്ലേ കിട്ടിയേ? സോ ഈ -80 ഇപ്പുറത്ത് കൊണ്ടുമ്പോൾ 2a ഈസ് ഈക്വൽ ടു 80 എന്ന് കിട്ടും. ആൻഡ് ദെയർഫോർ a ഈസ് ഈക്വൽ ടു 40. 2a 80 ആണെങ്കിൽ a എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 40 ആയിരിക്കും. a ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. a ഈസ് ഈക്വൽ ടു 40. അപ്പം a കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാം. ലെങ്ത് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? a + 10. a 40 എന്ന് കിട്ടി. സോ 40 + 10 എത്ര കിട്ടും? 50 എന്ന് കിട്ടും. ബ്രെഡ്ത്ത് 40 - 8 എത്ര കിട്ടും? 32 കിട്ടും. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പെരിമീറ്റർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. വാട്ട് വിൽ ബി ദ പെരിമീറ്റർ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × l + b. സോ 2 × l വരെ 50 + 32. സോ 2 × 50 30 82 എത്ര കിട്ടും? 82 × 2 എത്ര കിട്ടും? 164. 164 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 164. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. The perimeter of a square is same as the perimeter of a rectangle. The perimeter of a square is 40 meter. If the breadth is 2/3 of its height, then the area in meters square of the rectangle is. Perimeter of a square is same as the perimeter of the rectangle. അപ്പം സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 4a ഈസ് ഈക്വൽ ടു 2 × l + b എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ? പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് സെയിം ആസ് ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ നമുക്ക് 4a എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 4a എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 40 എന്ന് തന്നിട്ടുണ്ട്. ശരിയല്ലേ? യെസ്. അപ്പോൾ ഈ 40 തന്നെ ആയിരിക്കും എന്ത്? 2 × l + b അല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? 2 × l + b എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ മക്കളെ l + b എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഈ ഗുണിച്ചിരിക്കുന്ന രണ്ട് ഇപ്പുറത്ത് പോകുമ്പോൾ ഹരിക്കും എത്ര കിട്ടും? 20 കിട്ടും. സോ l + b എന്ന് പറയുന്നത് എത്രയാണ്? 20 എന്ന് നമുക്ക് കിട്ടും അല്ലേ? ഇനി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ഈസ് 2/3 ഓഫ് ഇറ്റ്സ് ലെങ്ത്. ബ്രെഡ്ത്ത് ഈസ് 2/3 ഓഫ് ഇറ്റ്സ് ലെങ്ത്. അപ്പം ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബ്രെഡ്ത്ത് ഈസ് 2/3 ഓഫ് ഇറ്റ്സ് ലെങ്ത്. ലെങ്തിനെ ഞാൻ ഒന്നായിട്ട് എടുത്താൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1 × 2/3 ആയിരിക്കും. സോ 1:2/3. രണ്ട് സൈഡിലും ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു റേഷ്യോ ഈക്വൽ ആക്കാൻ വേണ്ടി. അപ്പോൾ എത്ര കിട്ടും? 3:2 എന്ന് കിട്ടും. സോ 3:2 അല്ലേ? ഇനി നോക്കിക്കാൻ ലെങ്തും ബ്രെഡ്ത്തൂടെ കൂട്ടിയാൽ 20 കിട്ടും. അപ്പോൾ ഈ 3ഉം 2 കൂടെ കൂട്ടിയാൽ 5 എന്ന് പറയുന്ന ആയിരിക്കത്തില്ലേ 20?
അതെ, ഇവിടെ മക്കളെ 5 20 ആണെങ്കിൽ ഒന്ന് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. ഒന്ന് എത്ര ആയിരിക്കും? 4 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 4 കിട്ടുന്നു. അതേപോലെ തന്നെ അപ്പോൾ 2 3 നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 1 4 കിട്ടി. ലെങ്തും ബ്രെഡ്ത്തും, ലെങ്ത് എത്ര ആയിട്ടാണ് എടുത്തിരിക്കുന്നത്? ലെങ്ത് 3ഉം ബ്രെഡ്ത്ത് 2ഉം അല്ലേ? 1 4 കിട്ടി. 1 4 കിട്ടിയാൽ 3 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 12 ആയിരിക്കും. 2 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 8 ആയിരിക്കും. അപ്പോൾ നമുക്ക് ലെങ്തും കിട്ടി, ലെങ്ത് 12 എന്നും ബ്രെഡ്ത്ത് 8 എന്നും കിട്ടി. ഏരിയ അല്ലേ കണ്ടുപിടിക്കേണ്ട? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എത്ര? 12. ബ്രെഡ്ത്ത് എത്ര? 8. 12നെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 96 മീറ്റർ സ്ക്വയർ. 96 മീറ്റർ സ്ക്വയർ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ 96 മീറ്റർ സ്ക്വയർ. അടുത്ത ചോദ്യം ഇതാണ്. ഇഫ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഈസ് ഡിക്രീസ്ഡ് ബൈ 19%, then the diagonal of the square is decreased by. ഏരിയ ഓഫ് ദ സ്ക്വയർ ഈസ് ഡിക്രീസ്ഡ് ബൈ 19%, then the diagonal of the square is decreased by. സോ ഏരിയ 19% കുറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സൈഡിനെ, സ്ക്വയറിൻ്റെ സൈഡിനെ ഞാൻ 10 ആയിട്ട് എടുത്തു. അപ്പോൾ ഏരിയ എത്ര ആയിരിക്കും? 10 സ്ക്വയർ 100 അല്ലേ? പുതിയ ഏരിയ എത്ര ആയിരിക്കും? ന്യൂ ഏരിയ, പുതിയ ഏരിയ എന്ന് പറയുമ്പോൾ എത്ര? 19% കുറഞ്ഞു. അപ്പോൾ 100 ആയിരുന്നു ഇപ്പോഴത്തെ ഏരിയ. 19% കുറഞ്ഞത് എത്രയായി? 81 ആയി. 81 അല്ലേ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? then the diagonal of the square is decreased by. സോ നേരത്തെ ഡയഗണൽ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? a√2 ആയിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ ആദ്യം ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സെക്കൻഡേ, ഞാനിപ്പോൾ ഒരു റെഡ് ബോക്സ് വരയ്ക്കാം. ഈ റെഡ് ബോക്സിനകത്തിൽ നമ്മൾ പറയുന്നതെല്ലാം പഴയ കാര്യം, അതായത് ഓൾഡ്, ഈ ഡിക്രീസിന് മുൻപുള്ള കാര്യങ്ങളാണ് ഇത്. അപ്പോൾ ഇവിടുത്തെ ഡയഗണൽ എത്ര ആയിരിക്കും? ഡയഗണൽ എന്ന് പറയുമ്പോൾ a√2. a√2 എന്ന് പറയുമ്പോൾ 10√2, കാരണം സൈഡ് 10 ആയതുകൊണ്ട് 10√2. അപ്പോൾ നമുക്ക് പഴയ നേരത്തെ സ്ക്വയറിൻ്റെ സൈഡ് 10 ആയിട്ട് എടുത്താൽ ഏരിയ എന്ന് പറയുമ്പോൾ 100 ആയിരിക്കും, ഡയഗണൽ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 10√2 ആയിരിക്കും. ഇപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ 81 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഡയഗണൽ നമുക്കറിയാം, ഡയഗണൽ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ എ ഈസ് ഈക്വൽ ടു ഏരിയ കണ്ടുപിടിക്കുന്നത് അല്ലേ? ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെ ആയിരിക്കും? d²/2 ആയിരിക്കും. അപ്പോൾ ഈ d²/2 എന്ന് പറയുന്നതായിരിക്കും 81. അപ്പോൾ d² എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 81 × 2 162 കിട്ടത്തില്ലേ? കാരണം d²/2 81 ആണെങ്കിൽ d² എന്ന് പറയുമ്പോൾ /2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 162 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, അപ്പം ഡയഗണൽ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 162ൻ്റെ റൂട്ട് എടുക്കണം. 162 ഡിവൈഡഡ് ബൈ 2, 81 ഡിവൈഡഡ് ബൈ 3, 27 ഡിവൈഡഡ് ബൈ 3, 9 ഡിവൈഡഡ് ബൈ 3, 1 എടുത്ത് കഴിയുമ്പോൾ നമുക്ക് 9 ഇത് 3 എടുക്കാം 9√2 എന്ന് കിട്ടും. 9√2 അല്ലേ? യെസ്. സോ നമുക്ക് നേരത്തെ ഡയഗണൽ 10√2 ആയിരുന്നു, ഇപ്പം 9√2 ആയി. സോ 10x-ഉം 9x-ഉം ആയിട്ട് എടുത്താൽ മതി. നിങ്ങൾ ഈ √2നെ ഒരു വേരിയബിൾ ആയിട്ട് അങ്ങ് എടുത്താൽ മതി. സോ 10x ആയിരുന്ന സാധനം ഇപ്പോൾ എത്രയായി? 9x. പോട്ടെ, ഇനി ഞാൻ x ഇട്ടൊന്നും വേണ്ട. 10√2 എത്രയായി? 9√2 ആയി. സോ വ്യത്യാസം എത്രയാണ്? 1√2 അല്ലേ? സോ പെർസെൻറ്റേജ് ചേഞ്ച് 1√2 ഡിവൈഡഡ് ബൈ 10√2 ഇൻറ്റു 100. സോ എത്ര കിട്ടുന്നു? 10% എന്ന് കിട്ടും. എത്ര കിട്ടും? 10%. ഓപ്ഷൻ സി. ഓപ്ഷൻ സി 10%. സോ അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 7. The area of a square and a rectangle are equal. The length of a rectangle is greater than the length of a side of a square by 10 cm and the breadth is less than 5 cm. The perimeter of the rectangle. നമ്മൾ നേരത്തെ ചെയ്ത അതേ ചോദ്യമാണ്. ഇപ്പോൾ രണ്ട് ഈക്വൽ ആണ്. സോ a² എന്ന് പറയുന്നതും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും ഈക്വൽ ആണ്. a² എന്ന് പറഞ്ഞാൽ a² തന്നെ. പക്ഷേ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ക്വയറിനേക്കാൾ 10 സെൻറ്റിമീറ്റർ കൂടുതലാണ്. 10 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? a+10 എന്ന് എഴുതാം. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 സെൻറ്റിമീറ്റർ കുറവാണ്. സോ a-5 എന്ന് എഴുതാം. സോ a² ഈസ് ഈക്വൽ ടു a ഇൻറ്റു a² മൈനസ് 5a പ്ലസ് 10 ഇൻറ്റു a 10a മൈനസ് 10 ഇൻറ്റു -5 -50.
സോ നമുക്ക് വീണ്ടും എഴുതാം എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 5a, കാരണം വലുതിന് ചെറുത് 10aയും 5aയും വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം -50. സോ എ സ്ക്വയർ കട്ട് ചെയ്ത് പോന്നു. 5a ഈസ് ഈക്വൽ ടു 50 എന്ന് കിട്ടും. എ ഈസ് ഈക്വൽ ടു 50/5 10 എന്ന് കിട്ടും. സോ എ നമുക്ക് 10 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി എന്തൊക്കെ കിട്ടും? ലെങ്തും കിട്ടും, ബ്രെഡ്ത്തും കിട്ടും. ലെങ്ത് ഈസ് ഈക്വൽ ടു a + 10 ആണ്. അപ്പോൾ 10 + 10 20. ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു a - 5 ആണ്. a 10 എന്ന് കിട്ടി. സോ 10 - 5 5. സോ ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് കിട്ടി. പെരിമീറ്റർ ആണ് വേണ്ടത്. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 × l + b. സോ 2 × l + b എന്ന് പറയുമ്പോൾ 20 + 5. സോ 2 × 25 ഈസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ അല്ലേ? സോ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 50 സെൻറ്റിമീറ്റർ. 50 സെൻറ്റിമീറ്റർ. സോ ഓപ്ഷൻ ബി ഓപ്ഷൻ ആൻസർ നമുക്ക് 50 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഇസ് ഹാഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഇസ് 40 meter. If the breadth is 2/3 of its length, what is the area in meter square of the rectangle? So എന്തൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഇസ് ഹാഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഇസ് ഹാഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. പെരിമീറ്റർ ഓഫ് എ സ്ക്വയറും പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിളും. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4a ആണ്. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ 2 × l + b ആണ്. ഇനി അത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഇസ് ഹാഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് എന്താണ്? പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് ഹാഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. സോറി, തിരിഞ്ഞുപോയി. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് ഹാഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇവിടെ 2 എഴുതിയാൽ ഇവിടെ 1 എഴുതണം. സോ 1:2 എന്ന് എഴുതാം. ഇനി എന്താ? പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഇസ് 40 മീറ്റർ. പെരിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? സ്ക്വയറിൻ്റെ പെരിമീറ്റർ 40 ആണ്. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് 40 ആണെങ്കിൽ 2 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 80 ആയിരിക്കത്തില്ലേ? 28 അല്ല, 80. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? സ്ക്വയറിൻ്റെ പെരിമീറ്റർ 40 എന്നും റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എത്ര ആണെന്നും കിട്ടി? 80 ആണെന്നും കിട്ടി. ഇനി അപ്പോൾ അവിടുന്ന് നമുക്ക് തൽക്കാലം ഇപ്പം മനസ്സിലായൊരു കാര്യമുണ്ട്. എന്താ? 2 × l + b. കാരണം എന്താ 2 × l + b എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ അതെത്ര? 80 ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. സോ 2 × l + b 80 ആണ്. അപ്പോൾ മക്കളെ l + b എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 40 ആയിരിക്കും. l + b എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 40 ആയിരിക്കും. ഓക്കെ, അപ്പോൾ l + b 40 ആണെന്ന് നമുക്കറിയാം. ഇനി എന്താ? ഈ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ഒരു റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ഇസ് 2/3 ഓഫ് ഇറ്റ്സ് ലെങ്ത്. ലെങ്ത് 1 ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2/3 ആയിരിക്കും. സോ 2 സൈഡിലും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റേഷ്യോ കിട്ടുന്നത് എത്രയാണ്? 3:2 എന്ന് കിട്ടുന്നു അല്ലേ? 3യും 2യും കൂടെ ചേരുമ്പോൾ 5. ആ 5 എന്ന് പറയുന്നതായിരിക്കും എത്ര? 40. കാരണം ലെങ്തും ബ്രെഡ്ത്തൂടെ കൂട്ടിയാൽ ലെങ്ത് 3 ആയിട്ട് എടുക്കുന്നു, ബ്രെഡ്ത്ത് 2 ആയിട്ട് എടുക്കുന്നു. 3 × 2 5. ശരിക്കും എത്ര? 40. സോ 5 എന്ന് പറയുന്നത് 40. അപ്പോൾ 1 എന്ന് പറയുന്നത് 8 അല്ലേ? അപ്പോൾ നമുക്ക് ഈ 3 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 8 ആണെങ്കിൽ 3 എന്ന് പറയുന്നത് 24 ആയിരിക്കും. 2 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 16 ആയിരിക്കും. അപ്പോൾ ലെങ്ത് 24 എന്നും ബ്രെഡ്ത്ത് 16 എന്നും കിട്ടി. നമുക്ക് വേണ്ട എന്താ? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് × ബ്രെഡ്ത്ത്. അതായത് 24 × 16. 24നെ 16 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? നമുക്ക് 384 എന്ന് കിട്ടും. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ എ 384 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. The perimeter of a square plot is same as that of a rectangular plot with the side 35 meter and 15 meter. The side of the square plot is. Perimeter of a square plot is same as that of the rectangular plot with the side 35. അല്ലേ? സോ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? സെയിം ദാറ്റ് ഓഫ് എ റെക്ടാങ്കുലർ ഫീൽഡ്. അപ്പോൾ ഇവിടുത്തെ ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണോ അത് തന്നെ ആയിരിക്കും സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 ×
എൽ പ്ലസ് ബി ആയിരിക്കും. സോ 2 ഇൻറ്റു എല്ലിന് വരെ നമുക്ക് എത്ര എടുക്കാം? 35 പ്ലസ് 15. സോ 2 ഇൻറ്റു 35 15 50. എത്ര കിട്ടും നമുക്ക്? 100 എന്ന് കിട്ടും. സോ ഈ 100 എന്ന് പറയുന്നതായിരിക്കും എന്തിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്? സ്ക്വയറിൻ്റെയും പെരിമീറ്റർ. പക്ഷേ സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് 4a ആണ്. 4a ആയിരിക്കും അപ്പോൾ 100 എന്ന് പറയുന്നത്. സോ എ എത്ര ആയിരിക്കും? 100 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും? 25. 25 എന്താ യൂണിറ്റ് ഏതാ? മീറ്റർ. 25 മീറ്റർ. ഓപ്ഷൻ ബി. വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഫീൽഡ്, ദ ഏരിയ ഓഫ് എ square shaped field is 1764. The breadth of a rectangular park is 1/3 of the side of a square field and its length is 2 times its breadth. Okay. So area of a square shaped field. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് എഴുതാം? ഏരിയ, സ്ക്വയറിൻ്റെ ഏരിയ എ സ്ക്വയർ ആയിരിക്കും. എ സ്ക്വയർ 1764 ആണെങ്കിൽ എ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? റൂട്ട് ഓഫ് 1764 എത്ര കിട്ടും നമുക്ക്? 42 എന്ന് കിട്ടും. സോ എ എത്ര മക്കളെ? 42. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കുലർ പാർക്ക് ഇസ് 1/3 ഓഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ. അപ്പം ബ്രെഡ്ത്തിൻ്റെ സൈഡ്, ബ്രെഡ്ത്തിൻ്റെ സൈഡല്ല, റെക്ടാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ സൈഡിൻ്റെ 1/3 ആണ്. സോ ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ സൈഡ് 42, അതിൻ്റെ 1/3 ആണ്. എത്ര കിട്ടും? 14. അപ്പോൾ ബ്രെഡ്ത്ത് കിട്ടി. ഇനി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഫീൽഡ് ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഇസ് 2 times ഓഫ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. സോ ബ്രെഡ്ത്തിൻ്റെ ഇരട്ടിയാണ്. 2 ഇൻറ്റു 14 എത്ര കിട്ടും? 28 അല്ലേ? വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ലെവലിംഗ് ദ പാർക്ക്? ലെവലിംഗ് ദ പാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അവിടെ മൊത്തം ഫില്ല് ചെയ്യുവാണ്, ഏരിയ നമ്മൾ ഫില്ല് ചെയ്യുവാണ്. ഏരിയ ഫില്ല് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത് ഏരിയയാണ്. അപ്പം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതായത് 28 ഇൻറ്റു 14 ഓർ 14 ഇൻറ്റു 28. പക്ഷേ അവിടെ ചിലവുണ്ട്. എത്രയാണ്? ഒരു സ്ക്വയർ ഫീറ്റിനാണോ? വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ലെവലിംഗ് ദ പാർക്ക്? 15 per meter square. അപ്പോൾ ഒരു മീറ്റർ സ്ക്വയറിന് എത്രയാണ്? 50 രൂപ വെച്ച് ചിലവുണ്ട്. സോ ഏരിയ ഇൻറ്റു 15 അല്ലേ? 28 ഇൻറ്റു 14 ഇൻറ്റു 15 എത്ര കിട്ടും? 5880 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 5880. ഓപ്ഷൻ എ 5880 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 10 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. ഞാൻ എല്ലാ ക്ലാസ്സിൻ്റെ അവസാനം പറയുന്നത് പോലെ തന്നെ 10, 15, 100 ചോദ്യങ്ങളും ഒന്നും ആവുന്നില്ല. എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. അതൊരിക്കലും ഒരു കുറവാകത്തില്ല. കുറവ് മീൻസ് അത് ഒന്നും ആകത്തില്ല. അത് എത്ര നിങ്ങൾ ചെയ്യുന്നോ അത്രയും നിങ്ങളുടെ ഇത് കൂടും. സോ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ധാരാളം ചോദ്യങ്ങൾ അതിൽ ഉണ്ട് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ കഴിവതും ചോദ്യങ്ങൾ നന്നായി തന്നെ ചെയ്ത് പഠിക്കുക. അപ്പോൾ അങ്ങനെ നിൽക്കട്ടെ. സോ ബാക്കി നമുക്ക് അടുത്ത ദിവസം. താങ്ക് യു സോ മച്ച്.